കാശിനാഥൻ ഭാഗം 65. രചന അവതരണം ദിവ്യരാജ്. ഒക്കെ പറയാം ഞാൻ. എൻ്റെ കുഞ്ഞുഞ്ഞിന് എന്താ പറ്റിയെന്ന് എല്ലാവരും അറിയണം. ആ ദ്രോഹികൾ ശിക്ഷിക്കപ്പെടണം. അവൾ കരച്ചിലടക്കിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു വാശിയോടെ. സഞ്ജയും ഗ്യാങ്ങും സാധാരണ സദാ ഒത്തുകൂടുന്നത് ലാബിനു വേണ്ടി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന ആ ബിൽഡിങ്ങിലായിരുന്നു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താൻ ആ ചെക്കനെ കരുവാക്കിയത് സഞ്ജയ് ആണെന്നറിഞ്ഞതും അവനെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങിയ സിയാനെ കാശി തടഞ്ഞിരുന്നു. നിനക്ക് നാണമില്ലേ ആരാന്റെ കൊച്ചിന്റെ തന്തയാവാൻ? ചെയ്യാത്ത തെറ്റ് തലയിലെടുത്തു കയറ്റി പുണ്യാളനാവാനൊന്നും എനിക്ക് പറ്റുകയില്ല. ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ്റെയൊക്കെ മുഖംമൂടി വലിച്ചു കീറുമെന്നൊക്കെ പറഞ്ഞ് കാശിയോട് വഴക്കിട്ടിരുന്നവൻ കുഞ്ഞുഞ്ഞിനെ വിടാൻ കൂട്ടാകാതെ പിടിച്ചു നിർത്തിയ കാശിയെ ചുറ്റിപ്പിടിച്ച് തൊട്ടടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന റൂമിലേക്ക് പിടിച്ചു തള്ളി വാതിൽ പുറത്തുനിന്ന് പൂട്ടി സിയാൻ. പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ടു എന്തോ ഉൾപ്രേരണ പോലെ ഞാനും പിന്നാലെ പോയി. ആ വെപ്രാളത്തിൽ കാശിയെ തുറന്നുവിടാനെന്ന കാര്യം മനസ്സിൽ വന്നില്ല. ഒരുപക്ഷെ ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാശിയെ കൂടി ആ ദുഷ്ടന്മാർ പറഞ്ഞു നിർത്തിയവൾ വിതുമ്പലോടെ. അത്രയും അരിശത്തോടെയാ കുഞ്ഞുഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയത്. ഞാനും പിന്നാലെ ആളറിയാതെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ സഞ്ജയും കൂട്ടരും കൂടി ഇരിപ്പുണ്ട്. കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ വിളറി വല്ലാത്ത ഭാവത്തിൽ. എനിക്കവരെ കണ്ടപ്പോഴേ ഭയം തോന്നി. നീയൊക്കെ എന്ത് ചെറ്റത്തരം കാട്ടിയാലും ഈ കോളേജിലുള്ളവര് കണ്ണടച്ചിരിക്കുന്നേ കൊണ്ടാ അല്ലേടാ ചെന്നാക്കളെ പ്രവൃത്തി കാട്ടിക്കൂട്ടുന്നേ. പറഞ്ഞുകൊണ്ട് സഞ്ജയിനെ ചവിട്ടിയതും 3 പേരായി കൂടി വന്ന് സിയാനെ പിടിച്ചുവെച്ചു. നിലത്ത് വീണ സഞ്ജയ് പരിഹാസം നിറഞ്ഞ ചിരിയോടെ എഴുന്നേറ്റ് വന്നു. എൻ്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ലടാ, അത് ആരായാലും. ഇതിപ്പോ ആ കാശിനാഥനുള്ള പണിയാ. അവൻ്റെ അമ്മ, അതായത് എൻ്റെ അപ്പച്ചി, കുറെ കാശ് തന്നിട്ട് അവനെ ഒന്ന് ഒതുക്കിയിരുത്താൻ പറഞ്ഞു. അവനിനി തല ഉയർത്തിപ്പിടിച്ച് ക്യാമ്പസിലേക്ക് വരരുതെന്ന്. അതിനുവേണ്ടി കൊടുത്തൊരു ചെറിയ ഡോസായിരുന്നു. പക്ഷേ നിന്നെ ഒതുക്കാതെ അവനെ ഒന്നും ചെയ്യാനാവില്ലല്ലോ. അതാ രണ്ടിനെയും ഒരുമിച്ച് കുരുക്കിയെ. ഏതായാലും പ്രതീക്ഷിച്ച പോലെ നാണം കെട്ടു. ഇനി നിന്നെ ഈ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ അവനെ മൊത്തത്തിൽ എനിക്കിങ്ങ് കിട്ടും. എനിക്കല്ല, ദേ ഇവന് വേണമെന്ന്. ഒരിക്കൽ ഉപയോഗിച്ച് കൊതി തീർന്നില്ലെന്ന് തൊട്ടരികെ നിന്ന് ക്രിസ്റ്റഫറിനെ ചൂണ്ടി സഞ്ജയ്. നിന്റെയൊക്കെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ലടാ നായ്ക്കളെ. അതിനെ ഞാൻ ജീവനോടിരിക്കുമ്പോൾ അനുവദിക്കില്ല. നീയൊക്കെ കൊടുത്ത വലിയ വേദനയിൽ നിന്ന് കരകയറി വരുന്നേയുള്ളൂ ആ പാവം. അവനെ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ ചെറ്റകളെ. അലറിക്കൊണ്ട് 3 പേരുടെയും കയ്യിൽ കിടന്ന് കുതറി സിയാൻ. അതിന് ഇന്ന് കൂടിയല്ലേ നീ ഈ കോളേജിലുണ്ടാവൂ സിയാനെ. അമിതമായി മരുന്നുപയോഗിച്ചു അതിൻ്റെ ഹാങ് ഓവറിൽ സീനിയർ സ്റ്റുഡൻറ്റിനെ കൊല്ലാൻ ശ്രമിച്ചു ക്രിമിനലിനെ ഏതെങ്കിലും മാനേജ്മെൻറ്റ് അവരുടെ കോളേജിൽ തുടരാൻ അനുവദിക്കുമോ? ഒരിക്കലുമില്ല. നിന്റെ ടെർമിനേഷൻ ലെറ്റർ ഇന്ന് കിട്ടും. എങ്ങനാന്നല്ലേ? പറഞ്ഞുകൊണ്ട് നരേഷിനെ നോക്കി. എന്തോ ഗൂഢമായ പ്ലാൻ ചെയ്തതുപോലെ അയാൾ ഒരു സിറിഞ്ച് കയ്യിലെടുത്തു. അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയ പോലെ കുതറി മാറാൻ നോക്കിയ സിയാനെ സഞ്ജയും കൂടി ചേർത്ത് പിടിച്ചു വെച്ചു. അവൻ്റെ കുഞ്ഞുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് പറഞ്ഞു നിർത്തിക്കൊണ്ട് തുടർന്നവൾ. വാവിട്ട് നിലവിളിക്കാൻ പോലും ആകാതെ സ്തംഭിച്ചു നിന്നു ഞാൻ. എടാ ചെന്നായ്ക്കളെ, വിടില്ലടാ ഞാൻ ഒന്നിനെയും. അടുത്ത നിമിഷത്തിൽ ദേഹം തളരാൻ തുടങ്ങിയിട്ടും സഞ്ജയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു കുഞ്ഞുഞ്ഞ്. മറ്റു 3 പേരും കൂടി കുഞ്ഞുഞ്ഞിനെ പിടിച്ചു വെച്ചു. ഈ സമയം ക്രിസ്റ്റി നിലത്ത് കിടന്നൊരു ഇരുമ്പ് വടിയെടുത്ത് എൻ്റെ കുഞ്ഞുഞ്ഞിനെ എന്നിട്ടാ ക്രിസ്റ്റി എൻ്റെ കുഞ്ഞുഞ്ഞിനെ മുകളിലത്തെ നിലയിൽ നിന്നും കുഞ്ഞുഞ്ഞേ അലറി വിളിച്ചുകൊണ്ട് അവിടെ ബോധം മറഞ്ഞ് വീഴുമ്പോൾ ആ കഴുകന്മാരുടെ നോട്ടം എന്നിൽ തന്നെയായിരുന്നു. ഒക്കെ തുറന്നു പറഞ്ഞുമ്പോഴും ആർത്തലച്ച് കരഞ്ഞു ഗൗരി. എൻ്റെ കുഞ്ഞുഞ്ഞിനെ എൻ്റെ മുന്നിൽ വെച്ച അവരൊക്കെ കൂടി വീണ്ടും പുലമ്പിക്കരയുമ്പോൾ സെന്തിൽ നോവോടെ അവളെ നോക്കിയിരുന്നു. നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയരുതെന്ന് പറയാൻ തോന്നി സെന്തിക്ക്. പക്ഷേ താനിന്ന് അവൾക്ക് അന്യനാണെന്ന ചിന്ത അവനെ വിലക്കി. ഒന്ന് നിലവിളിക്കാനോ അലറിക്കരയാനോ കൂടി കഴിയാണ്ട് ഞാൻ അവിടെ നിന്നുപോയി. ഒരുപക്ഷെ ഒച്ചയിട്ടിരുന്നേലും ആരെങ്കിലും വന്നേനെ. അന്നേരം കൈയും കാലും മനസ്സും തലയും ഒക്കെ മരവിച്ച് പോയി. എൻ്റെ ആർത്തലച്ച് കരയുമ്പോൾ ഒക്കെ കേട്ട് ഞെട്ടലോടെ ഇരിപ്പുണ്ടായിരുന്നു മറ്റുള്ളവർ. മനുഷ്യരൂപം പൂണ്ട ചെകുത്താന്മാർ. ഇവനൊക്കെ ഡോക്ടേഴ്സ് ആവാൻ പാടില്ലായിരുന്നു.
മുന്നിൽ വന്ന രോഗികളോടൊക്കെ ഇവനൊക്കെ എന്തെല്ലാം ക്രൂരതകൾ കാട്ടിയിട്ടുണ്ടാവുമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെ ഇവനൊക്കെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം. അതിന് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണം. ആദ്യം കോടതിയുടെ പെർമിഷൻ വാങ്ങണം. അതിനു വേണ്ടിയുള്ള പേപ്പേഴ്സ് തയ്യാറാക്കി തുടങ്ങണം. നന്ദൻ നെടുവേർപ്പെട്ടു. അല്ല നന്ദ, അതൊക്കെ വേഗത്തിൽ നടക്കില്ലേ? ഒന്നാമതേ ഇതുപോലൊരു കേസാവുമ്പോൾ സംശയത്തോടെ അവനെ നോക്കി സെന്തിൽ. ഇല്ല സെന്തി, ഒരിക്കൽ പൂട്ടിക്കെട്ടിയ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെങ്കിൽ തക്കതായ കാരണങ്ങൾ നിരത്തണം. അത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ ഈ കേസ് പുനരന്വേഷിക്കാൻ ഏർപ്പാടാക്കൂ. സിയാന്റെ കേസിൽ റീഓപ്പൺ ചെയ്യാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അതിലും ഉപരി നമ്മുടെ ഹർജി തള്ളിപ്പോവാനും സാധ്യതയേറെയാണ്. ഒന്നാമത്തെ കാരണം, ഈ കേസ് അന്ന് സർവ്വ തെളിവുകളോടെയും ഒരു നിഗമനത്തിലെത്തി ക്ലോസ് ചെയ്തതാണ്. പിന്നെ സിയാന്റെ ബന്ധുക്കളോ അടുപ്പക്കാരോ ആരെങ്കിലും ഇതിനു മുൻകൈ എടുക്കുന്നില്ല. നമുക്ക് വിറ്റ്നസ്സായി കണ്ണനും ഗൗരിയും ഉണ്ടെങ്കിൽ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം സംഭവിച്ചിരിക്കുന്നത് തലയ്ക്ക് ക്ഷതമേറ്റിട്ടെന്നും തന്നെയാണ്. അത് എന്തുകൊണ്ടുള്ളതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. വീഴ്ചയിൽ പറ്റിയതാണെന്നാണ്. ഒക്കത്തിനും കാലതാമസം വേണ്ടി വന്നേക്കും. ഏതായാലും നമുക്ക് പൊരുതണം സെന്തി. ആ 5 പേരും അർഹിക്കുന്ന ശിക്ഷ നൽകണം. പിന്നെ ആ കാലയളവ് കൊണ്ട് കണ്ണന്റെ പഠിപ്പും പൂർത്തിയാവും. അവനും ഇങ്ങോട്ടേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊപ്പം സേഫാവും. പിന്നെ ഭയക്കാനില്ല. സിയാന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോവാം. നന്ദൻ നെടുവീർപ്പെട്ടു. ഗൗരി, താൻ ഇക്കാര്യം അന്ന് പോലീസിനോട് തുറന്നു പറയാത്തതെന്താ? അതോ ആ സംഭവത്തോടെയാണോ തനിക്ക് സ്വബോധം നഷ്ടപ്പെട്ടെ? അതുവരെ ആലോചനയിലായിരുന്ന സെന്തിൽ അവളെ തന്നെ ഉറ്റുനോക്കി. ബോധം വീഴുമ്പോൾ എനിക്ക് ചുറ്റും 5 പേരുമുണ്ടായിരുന്നു. കൊല്ലുമെന്ന് പറഞ്ഞ് സഞ്ജയ് എന്നെ ഭീഷണിപ്പെടുത്തി. ക്രിസ്റ്റഫർ പൊട്ടിച്ചെടുത്തൊരു ബിയർ ബോട്ടിലുമായി എനിക്ക് നേരെ പാഞ്ഞു വന്നു. മറ്റുള്ളവര് അവനെ തടഞ്ഞു. വല്ലാത്ത ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അയാൾ. എൻ്റെ കുഞ്ഞുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ട നിമിഷം മുതൽ എൻ്റെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. പരസ്പരം ബന്ധമില്ലാതെ പിച്ചും പേയും പറയുന്നത് കണ്ടിട്ട് അവരെന്നെ അവിടെ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെയുള്ള ദിവസങ്ങളിൽ എൻ്റെ സമനില പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ കോളേജിലേക്ക് പോയില്ല. കുഞ്ഞുഞ്ഞില്ലാത്ത ലോകം ഉൾക്കൊള്ളാനാവാതെ ഹോസ്റ്റലിലെ എൻ്റെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടി. അത്രയുമേ ഓർമ്മ വരുന്നുള്ളൂ. പിന്നെ പിന്നെ എന്താ ഉണ്ടായെന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. എല്ലാം അവ്യക്തമായ ഓർമ്മകളായിരുന്നു. പറഞ്ഞു നിർത്തിക്കൊണ്ട് നെറ്റിയൊഴിഞ്ഞവൾ കണ്ണുനീരോടെ. ഗായത്രി, നിങ്ങളെങ്ങനെയാ ചേച്ചിയുടെ അവസ്ഥ അറിഞ്ഞേ? നന്ദൻ ഗായുവിന് നേരെ തിരിഞ്ഞു. ഒരീസം കോളേജിൽ നിന്ന് കോള് വന്നിട്ടാ അമ്മയും അച്ഛനും കൂടി അവിടേക്ക് ചെല്ലണത്. അച്ഛയെയും അമ്മയെയും അവര് നേരെ ഹോസ്റ്റലിലേക്കാ കൂട്ടിയെ. അവരവിടെ ചെല്ലുമ്പോൾ ഒരു മൂലക്കിരുന്ന് പിച്ചും പേയും പറയുന്ന ചേച്ചിയെയാ കാണുന്നത്. കോളേജിൽ ഒരു കുട്ടി ആക്സിഡന്റിൽ മരിച്ചു. അത് കണ്ടതിന്റെ ഷോക്കാണെന്നോ മറ്റോയാ അവര് പറഞ്ഞത്. ചേച്ചിയുടെ പുലമ്പലി ഇന്ന് അയാളെ ചേച്ചിക്ക് പ്രാണനായിരുന്നു എന്ന് മനസ്സിലായി. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തെങ്കിലും ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. എപ്പോഴും സൈലന്റായി ആരോടും മിണ്ടാതെ ഏതേലും ഒരു മൂലക്കിരിക്കും. ഇടയ്ക്കിടെ അന്നത്തെ സംഭവം ഓർമ്മ വരുമ്പോഴാവും അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടുക. ഞങ്ങൾ 2 പെൺമക്കളെയും ജീവനായിരുന്നു അച്ഛന്. ചേച്ചി ഡോക്ടറായി വരണതും കാത്തിരുന്ന അച്ഛന് ഒക്കെ സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഗൗരിമോളെ ഇനി എന്നാ പഴയ പോലെ കാണാൻ പറ്റണേന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ കരയുമായിരുന്നു. ഒരീസം രാവിലെ പതിവ് നേരായിട്ടും ഉണരാത്തത് കൊണ്ട് വിളിച്ചു നോക്കുമ്പോൾ തണുത്ത് മരവിച്ച് കിടപ്പുണ്ടായിരുന്നു. വിളിയും കൂട്ടവുമായി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. വിതുമ്പലടക്കിയവൾ. ഈ ചേട്ടായിയെ കണ്ടതിൽ പിന്നെയാ ചേച്ചി കുട്ടികളെപ്പോലെ സംസാരിക്കാനും കുറുമ്പ് കാട്ടാനും തുടങ്ങി. മൂകതയുടെ ലോകത്തു നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അതുമുതലാ. സ്വബോധമില്ലെങ്കിലും കുട്ടികളെപ്പോലെ സംസാരിക്കാനും കുറുമ്പ് കാട്ടാനുമൊക്കെ തുടങ്ങി. അതുവരെ ഒരു ജീവച്ഛവത്തെ പോലെ കഴിയുകയായിരുന്നു ചേച്ചി. അവൾ നെടുവീർപ്പെട്ടു. സമനില തെറ്റിയ ഗൗരിയെ ഇനി വായ തുറക്കില്ലെന്നായതുകൊണ്ടാവും സഞ്ജയ് തന്നെ വെറുതെ വിട്ടത്. ഇതാവണം അവന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവന് പറ്റിയ ആ മിസ്റ്റേക്കിലൂടെ നമുക്ക് സിയാന് നീതി നേടിക്കൊടുക്കണം. മനസ്സിൽ ഉറപ്പിച്ച പോലെ നന്ദൻ പറഞ്ഞു. നന്ദന്റെ കോള് വന്നതും ഫോണുമായി പോയ കാശി ഏറെ നേരം കഴിഞ്ഞും തിരികെ വരുന്നില്ലെന്നായതും വൈശു മെല്ലെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അപ്പോഴും സംസാരം തീർന്നിട്ടില്ല. പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നവൻ.
വൈശു ചെന്ന് പിന്നിൽ നിന്ന് അവൻ്റെ പുറത്തേക്ക് ചേർന്ന് നിന്നു. ശരിയടാ, എന്തേലും ഉണ്ടേൽ വിളിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു കാശി. ഇത്ര നേരവും ഫോൺ വിളിച്ചിട്ടെടുക്കാത്ത പരിഭവമാണ് കണ്ണേട്ടാ ഇത്ര സമയം നീണ്ടുപോയേ. തിരിഞ്ഞു ആ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് കരയുന്ന കണ്ണുകളെയും ചുവന്ന് തുടുത്തുപോയ മുഖവും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണേട്ടാ, കരഞ്ഞോ? എന്തു പറ്റി? ആധിയോടെ അവൻ്റെ കവളിൽ അവളുടെ ഇടം കൈ ചേർത്ത് വെച്ചു. ഗൗരിക്ക് ഭേദായി വൈശു, അവള് ഒക്കെ തുറന്നു പറഞ്ഞെന്ന്. സിയാനെ അവന്മാര് തന്നെ അത് കണ്ടു നിന്നിട്ടാ അവൾക്ക് സ്വബോധം നഷ്ടായതെന്ന്. ഇവിടെ ഇന്ന് വന്നിട്ട് പോയില്ലേ ചെറ്റ. അവനാ എൻ്റെ സിയാനെ. അവളെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങിയവൻ. രാവിലെ നടന്നത് ഓരോന്നും പറയുമ്പോൾ ഞെട്ടലോടെ കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ വൈശുവിന്. അവൻ്റെ കവളിൽ തഴുകി കണ്ണുനീരൊപ്പിയവൾ. കണ്ണേട്ടാ, ഇത്ര നാളും നമ്മൾ ഏറെ ആഗ്രഹിച്ചു തന്നെ നടന്നില്ലേ? ഗൗരിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നു. ഇപ്പോ അവര് നോർമലാ. ഇനി സിയാന്റെ കേസ് റീ ഓപ്പൺ ചെയ്യാം. ശിക്ഷിക്കപ്പെടണ്ടേ? അവര് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അവൻ്റെ തോളിൽ തല ചായ്ച്ച് വെച്ചവൾ. തുടരും. അപ്പോൾ അഭിപ്രായങ്ങൾ പറയണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.